ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ ശ്രീരുദ്രവും ലക്ഷാർച്ചനയും നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. KCCF ചെയർമാനും മുൻ MLA-യുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ ശ്രീരുദ്രവും ലക്ഷാർച്ചനയും നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. KCCF ചെയർമാനും മുൻ MLA-യുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അർത്ഥവത്തായിട്ടുള്ള വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഭരണഘടനാ നിർമ്മാണ സഭ എത്തിച്ചേർന്ന നിഗമനം ഇത് വ്യക്തികളും ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയിൽ തന്നെ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുണ്ട്. വിശ്വാസം മനുഷ്യന്റെ മനസ്സിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരാൾ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാമൂർത്തിയെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ എല്ലാ ദുഷ്ടചിന്തകളും ഇല്ലാതാകണം, അല്ലെങ്കിൽ ഇല്ലാതായി തീരും എന്നാണ് വിശ്വാസം. ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കല്ലറ കമ്പിക്കാത്ത് കലിയത്തിൽ കുഞ്ഞമ്പു നമ്പ്യാർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശി പെരിങ്ങേത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കത്ത്, KV ജാനകി, CV ഗിരീശൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K രാജേഷ്, ട്രസ്റ്റി ബോർഡ് അംഗം P പ്രകാശൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രകാശ് വള്ളിയോട്ട്, KP സുനിൽകുമാർ, P സുകുമാരൻ, CK സരസ്വതി അമ്മ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രകലാ അവാർഡ് നേടിയ KV തമ്പാൻ മാരാർ, സമാജം അവാർഡ് നേടിയ രാജൻ മാരാർ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.